ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളായി കേട്ടോ ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു നൈറ്റ് ഫുഡിങ്ങിന് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്പോട്ട് ഇങ്ങനെ കിട്ടാതിരുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് വന്ന സീനാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലെത്തി കേട്ടോ. അപ്പം അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, അവർക്കെല്ലാം നമ്മളെ അറിയാം. അതാട്ടോ ഞാൻ ചിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് ഇതൊക്കെ. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ കപ്പ കിട്ടും എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ കിട്ടിയതിനെ കുട്ടി ഇവിടേക്ക് എത്തിയത്. പുതിയ സ്പോട്ടായതുകൊണ്ട് ഒരാവേശത്തിന് എല്ലാം കൂടെ അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. ഇതൊക്കെ എങ്ങോട്ട് പോകും, എങ്ങനെ വയറ്റി കുത്തിയിറക്കുമെന്ന് എനിക്കറിയത്തില്ല. സ്പെഷ്യലാണ് കേട്ടോ കപ്പയും ബീഫും. അങ്ങനെ നീ മാത്രം തിന്നണ്ടെന്ന് പറഞ്ഞ് ലാലൂസും എൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്ന സീൻ. അപ്പം ഞാൻ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ബീഫ് കറി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ബീഫ് കറി വെച്ച ആളെ തപ്പി ഒന്ന് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബീഫ് കറി വെച്ച ആള്, ഈ കടയുടെ ഓണർ. അപ്പം നമുക്ക് പുള്ളിക്കാരായിട്ട് ചോദിക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ കട ഓപ്പൺ ആയിട്ട് എത്ര കാലമായിരുന്നു? 1 വർഷമായി. ജൂലൈ തുടങ്ങി. എന്തൊക്കെ ഐറ്റംസ് അന്ന് മുതൽ ഊണേ ഉള്ളായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടായിരുന്നു ഓപ്പൺ. അപ്പം ഇന്നലെ മുതൽ നൈറ്റ് 4 മണി വരെ. നമുക്ക് 4 മണി വരെ ഇപ്പൊ കട ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ ഹസ്ബൻഡും കൂടെ രാത്രി 10 മണിക്കും അത് കഴിഞ്ഞ് 1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളൊന്ന് ചിന്തിക്കാറുണ്ട്, ഇതിലൊരു സ്പോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോയി ഫുഡ് അടിക്കാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കട ഇങ്ങനെ ഓപ്പൺ ആയി പറയുമ്പോൾ തന്നെ ഞാൻ എന്റെ ലാലൂസിനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? വെറൈറ്റി ആയിട്ട് കപ്പ, ബീഫ്, പൊറോട്ട, പുട്ട്, കടലക്കറി, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇവിടുത്തെ പാലമാണ് കേട്ടോ. നമ്മൾക്ക് ഈ ഒരു കടയിൽ വന്നാലുള്ള ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച്, നമുക്ക് ഇവിടെ ഇപ്പം പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോഫിയൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിച്ച് നിൽക്കാനായിട്ടൊക്കെ പറ്റും. അപ്പം ഞങ്ങൾ ആദ്യം വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ്. ലാലൂസിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. പാമ്പ അമ്പലത്തിന് താഴെയായിട്ടാണ് പുള്ളിക്കാരൻ്റെ വീട് വരുന്നത്. എനിക്ക് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മളെ അറിയാവുന്ന കുറേ ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അവരായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പം സംസാരിക്കുന്നത്. പിന്നെ ഈ ഷോപ്പ് ഞാൻ ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതാണ് ഷോപ്പ് കേട്ടോ. ശ്രേയ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് സർവീസ് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ കാറ്ററിംഗ് സർവീസ് 3 വർഷമായിട്ട് ഈ അമ്മ നടത്തുന്നുണ്ട് കേട്ടോ. നല്ല കുക്കിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മയുടെ പാചകം. പിന്നെ ഈ ദോശ കൊടുന്ന് വരാറില്ല കേട്ടോ. ഈ അമ്മയുടെ മോള് തന്നെയാണ്, ഷർണി എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പാമ്പ പാലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഷോപ്പ് നിൽക്കുന്നത്. തെക്കുംപാമ്പ് റോഡെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.